ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബ്രാൻഡാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൂച്ചെണ്ട് ഏറ്റുവാങ്ങുന്നൊരു ബ്രാൻഡാണ്. ഏതൊരു ഇത് ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഏതായാലും നെഗറ്റീവ് പറയും. അതെല്ലാം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് കമൻസ് പലരും കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഒരു എല്ലാം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യുക, അതാണ് വിമർശകർക്ക് കൊടുക്കാനുള്ള തീർച്ചയായും ഒരു മറുപടി. സാധാരണക്കാരെ സംബന്ധിച്ച് ലോൺ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അവർ പറയുന്ന സിവിൽ സ്കോർ കാര്യങ്ങൾ, അതിന് വേണ്ട ഡോക്യുമെന്റ്സ്, മിനിമം 2 മാസം അതിലുപരി പോകാം. ഇനി കിട്ടിയാൽ തന്നെ നല്ലൊരു എമൗണ്ട്, ഒരു 4 വർഷത്തേക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഒരു 60 ലക്ഷം രൂപ എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇന്നത്തെ ബാങ്ക് കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ പോയാലും ഞങ്ങളെ സംബന്ധിച്ച് അത് ചെയ്യുമ്പോൾ ഒരു ഏകദേശം 10 ലക്ഷം രൂപ സേവിങ് കൂടിയാണ്. ഞാൻ ഒരു ചോദിച്ചിട്ട്, ഇതിന് വലിയൊരു റിസ്ക് ഇല്ല? തീർച്ചയായും. നിങ്ങൾക്ക് കസ്റ്റമർ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തിരൂരിൽ നിന്ന് 2 ചെറുപ്പക്കാർ വലിയ പ്രതീക്ഷകളുമായിട്ടൊരു സംരംഭം തുടങ്ങി. മൂലധനത്തിൻ്റെ പിൻബലമല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്, മനോധൈര്യത്തിൻ്റെ പിൻബലമായിരുന്നു. കയ്യിൽ ഒന്നുമില്ലാതെ തുടങ്ങിയ തിരൂരിൽ നിന്ന് തുടങ്ങിയ സംരംഭം ഇന്ന് കേരളം ഒട്ടാകെ വളർന്നു. കൊച്ചിയിലും കോഴിക്കോടും തിരൂരും തിരൂർ ഓഫീസ് വരാൻ പോകുന്നു. പെരിന്തൽമണ്ണ അടക്കം ഒട്ടനവധി ഓഫീസ്, 60-ലധികം ജീവനക്കാർ, കോടികളുടെ കിലുക്കം. ആ ബ്രാൻഡിൻ്റെ സാരഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അത് മറ്റാരുമല്ല, ഹോം ഫോറിൻ്റെ ഓണർ ഫസലുർ റഹ്മാൻ. ഫസൽ റഹ്മാൻ, സ്പാർക്കിൻ്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. തിരൂരിൽ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്കറിയാം, തിരൂരുകാരനാണെന്നറിയാം, തിരൂരിൻ്റെ ഒരു അഭിമാനമാണെന്ന്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു യാത്ര എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഏകദേശം 8 വർഷത്തോളമായിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ജോലിക്കാരനായിരുന്നു. തീർച്ചയായും. ഞാൻ എൻ്റെ ഫ്രണ്ട് നിയാസും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കോട്ടക്കിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് നമുക്ക് ഓഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാന്നുള്ളതായിരുന്നു. കോഴിക്കോട് ജസ്റ്റ് ഒരു നമ്മൾ രാമനാട്ടുകര ഒരു അഡ്രസ്സ് വേണ്ടിയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം കുറേ അത്യാവശ്യം ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായി. കാരണം ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഒരു വർക്ക് വരുമ്പോൾ അവർക്കൊരു വർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നൊരു ബുദ്ധിമുട്ട്. അന്ന് ഹോം ഫോർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം ഒക്കെ കിട്ടും. ബ്രാൻഡ് നെയിം കാര്യങ്ങളും കമ്പനി നെയിം കാര്യങ്ങളും കമ്പനി രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം വർക്കിന് വേണ്ടി കുറച്ച് കാലങ്ങൾ ബുദ്ധിമുട്ടി. കാരണം ആദ്യത്തെ വർക്ക് കിട്ടാന്ന് പറഞ്ഞ ഒരു വർക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. പ്രീവിയസ് കമ്പനിയെ കുറിച്ച് അന്വേഷിക്കും. ഏതൊരു കസ്റ്റമർ വർക്ക് കൊടുക്കുമ്പോഴും ആദ്യം അന്വേഷിക്കുക പ്രീവിയസ് വർക്ക് കാര്യങ്ങളാണ്. കാരണം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഒരിക്കലും വർക്ക് കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ. ലക്ഷങ്ങളുടെ ഇടപാടാണ്. അതെ, ഒരാളുടെ സ്വപ്നമാണ് വീട് എന്നുള്ളത്. അതൊരു 10-30 ലക്ഷം രൂപ ആ റേഞ്ച് വരുന്നതാണ്. പിന്നീട് ഫസ്റ്റ് നമുക്കൊരു വർക്ക് കാര്യങ്ങൾ വന്നു. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ റോളിങ് കാര്യങ്ങൾ ചെയ്തു. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിൽ എത്തിയിട്ടുള്ളത്. ഈ വർക്ക് കിട്ടാൻ വേണ്ടി അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യമായിട്ട് നമ്മൾ ചെയ്തു എന്നറിയണമല്ലോ, അതിനെന്താ ചെയ്തത്? സോഷ്യൽ മീഡിയ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ഇതിന് ഉണ്ടായത്. കാരണം കസ്റ്റമറിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ് ആയത് ഇതിനെ സംബന്ധിച്ച് ഫണ്ട് ഒരു പ്രശ്നമാണ്. ഇത്രയും ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, പേജ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ തന്നെ നമ്മൾ ലീഡ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വർക്ക് കാര്യങ്ങൾ ഓരോ കസ്റ്റമറെ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്യുക. അതിനുശേഷം ഇവരുടെ മറ്റു ബിൽഡേഴ്സ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ് വർക്ക് പോയിട്ട് പിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ തരില്ല. തീർച്ചയായും എല്ലാവർക്കും പ്രീവിയസ് വർക്കാണ് അവർ ചോദിക്കുക. പ്രീവിയസ് ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക പലരും ചോദിക്കുക. അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് ഏത് കമ്പനിക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതിനുശേഷം നമുക്കൊരു വർക്ക് കാര്യങ്ങൾ കിട്ടി. പിന്നെ അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് പിന്നീട് എല്ലാ മാസം അത്യാവശ്യം വർക്ക് ആദ്യം വർക്ക് കിട്ടി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഏകദേശം ഒരു മാസം 50ഓളം വർക്ക് ഞാൻ കിട്ടുന്നുണ്ട്. ഒരു മാസം 50 വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സ്വപ്നം കാണുന്നതിൽ ഉപരിയാണ്. കാരണം അത്രയും വർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. അവിടുന്ന് ശേഷം കോട്ടക്കൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഓഫീസ് കോട്ടക്കലായിരുന്നു. പിന്നെ പെരിന്തൽമണ്ണ. എത്ര സ്ക്വയർ ഫീറ്റ് ഓഫീസായിരുന്നു? 400 സ്ക്വയർ ഫീറ്റ് ഓഫീസായിരുന്നു. ചെറിയ ഓഫീസ് സ്പേസ് ആയിരുന്നു. അതിനുശേഷം പെരിന്തൽമണ്ണയും പിന്നെ എറണാകുളത്ത്. ഇന്നിപ്പോൾ എറണാകുളത്ത് സ്വന്തമായിട്ട് ഓഫീസ് കാര്യങ്ങളുണ്ട്, റെൻ്റ് അല്ലാതെ തന്നെ. പിന്നെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഓഫീസ്. അതിനുശേഷം ഇപ്പം അടുത്ത മാസം നമുക്ക് സ്വന്തം നാട്ടിൽ തിരൂരും കൂടി ഒരു ഓഫീസായിട്ട് വരികയാണ്. അന്ന് നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും എക്സ്പീരിയൻസ് ഉള്ളത് ഓരോ മേഖലയിലാണ്. അതെങ്ങനെയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തത്? എങ്ങനെയാണ് ഇതിൽ എന്നെ സംബന്ധിച്ച് ബ്രാൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ പാർട്ണറാണെങ്കിൽ സൈറ്റ് റിലേറ്റഡ് ആയിട്ട് പർച്ചേസ് കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾ 2 പേരും 2
രീതിയിലാണ് ചെയ്യുന്നത്. ഒരു ഓപ്പറേഷനിൽ തന്നെ 2 പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പൊതുവെ രണ്ടുപേരും ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയാറ്. തീർച്ചയായും അപ്പോൾ ഫസലും എങ്ങനെയാണ് പാർട്ട്ണറെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ? തീർച്ചയായും ഒരു പാർട്ണർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കില്ലാത്ത കഴിവ് അയാൾ വേണം, എന്നാലേ ബിസിനസ് സക്സസ് ആവുള്ളൂ. ഒരു ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ, ഓപ്പറേഷൻ കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് അപ്പുറത്തെ സൈഡും അറിയണം. മാർക്കറ്റിംഗിൽ എന്നെ സംബന്ധിച്ച് മാർക്കറ്റിലാണ് കൂടുതൽ എനിക്ക് താല്പര്യം. ഞാൻ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാറ്. ഇതിൻ്റെ മുമ്പത്തെ കമ്പനികളിൽ പല കമ്പനികളും മാർക്കറ്റിംഗ് ഏരിയകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പറേഷനിൽ അത്യാവശ്യം കഴിവ് കാര്യങ്ങൾ, ഓപ്പറേഷനിൽ കസ്റ്റമറെ ഡീൽ ചെയ്യാനും അതുപോലെ പർച്ചേസ് കാര്യങ്ങൾ, അത്യാവശ്യം ഫോൺ കോൾ കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അവനെ കൊണ്ട് കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത്. ഫസലില്ലാത്തൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തീർച്ചയായും ആ കഴിവിനാണ് അദ്ദേഹത്തിന് കൂടെ കൂട്ടുകയാണ്. രണ്ടുപേരും അപ്പം ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു റിതം വർക്കൗട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ നിങ്ങൾ ആദ്യമേ പരസ്യം ചെയ്യുന്നൊരു കാര്യം എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 1 കോടി രൂപയുടെ വീടാണെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി 50 ലക്ഷം രൂപ പലിശയൊന്നുമില്ലാതെ EMI ചെയ്താൽ മതി. ഇത് ആൾക്കാരെ പറ്റിക്കുന്നൊരു പരിപാടിയായിട്ട് തോന്നില്ല. നിങ്ങൾ ഉഡായിപ്പാണോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും എന്താ ഇതിൻ്റെ ഒരു കുട്ടൻസ് എന്താ? നമ്മൾ പറഞ്ഞില്ലേ, ഇത്രയും വർക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ അത്യാവശ്യം റോളിങ് കാര്യങ്ങൾ വരുന്നുണ്ട്, നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മറ്റു ബിൽഡേഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മറ്റുള്ള ബിസിനസ്സിലോട്ട് അത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ് മറ്റുള്ളവർ, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഇതിലത്തെ പ്രൊജക്ട് എമൗണ്ട് ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഡിസിപ്ലിൻഡ് ആയിരുന്നു. തീർച്ചയായും. അതുകൊണ്ട് ഇതിൽ വരുന്ന എമൗണ്ട് കാര്യം കറക്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, മണി മാനേജ്മെൻറ്റ്, ഇതിന് 1 രൂപ പോലും ഞങ്ങൾ സാലറി അല്ലാതെ അതിലുപരി 1 രൂപ പോലും ഇതിന് എടുക്കാറില്ല. ഇതിലുള്ള എല്ലാ ഫണ്ടും അത് വ്യക്തമായിട്ട് കമ്പനി അക്കൗണ്ടിൽ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അതിന് ഉപരി ഞങ്ങൾ അത് വ്യക്തമായിട്ട് ഏതൊക്കെ ടൈമിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ഞങ്ങൾക്ക് ഉദാഹരണം കൃത്യമായൊരു ഉത്തരവാദിത്വം അതിലുണ്ട്. തീർച്ചയായും അല്ല, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഈ ചെയ്യുന്ന കാര്യമൊന്നും നടക്കില്ല, അങ്ങനെ വീടൊന്നും പണിയാൻ പറ്റില്ല. അപ്പം ഞാൻ തർക്കിച്ചിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി ബന്ധമുള്ള ആൾക്കാരെ കുറിച്ച് വരുമ്പോൾ തർക്കിക്കുമല്ലോ. അങ്ങനെ പലപ്പോഴും തർക്കിച്ച് ഇന്ന് അവരൊക്കെ പറയും അന്ന് നീ പറഞ്ഞത് ശരിയാണ്, ഫസൽ ഇത്രയും വീട് പൂർത്തിയാക്കുന്നുണ്ട്, കാര്യങ്ങൾ ഭയങ്കര ഉഷാറായിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു മോഡൽ ശരിക്കും കേരളത്തിന് വേണ്ടതാണ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു കൈയടി അറിയിക്കാവുന്നൊരു വിജയം അതിലുണ്ട് കേട്ടോ. അതിൽ സന്തോഷം തോന്നുന്ന ഒരു വിജയം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും നന്മയൊക്കെയുള്ളൊരു ബിസിനസ്സാണ്. പലരും വീട് പണിയുമ്പോൾ അതൊന്നും കിട്ടാറില്ല. കാരണം പകുതി പൈസ ലോണിലാണ്ട് കിട്ടുകയെന്ന് വെച്ചാൽ ഒരുപാട് പേരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അത് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ വീട് പണിത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ കാശ് മേടിച്ചിട്ട് ഒരു കോഴിക്കോട് പണിത് കൊടുക്കും, അല്ലാണ്ട് പറയണ പോലെ ഒന്നും വീട് പണിയാൻ പറ്റില്ല എന്ന് എന്നോട് പല ബിൽഡേഴ്സും പറയാറുണ്ട്. എന്നോടൊരു ബിൽഡർ പറഞ്ഞു ഞാൻ ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വാങ്ങാനിട്ട് അവർ പണിത് തരട്ടെ, അപ്പോൾ പകുതി കാശ് എൻ്റെ കയ്യിൽ ഇരിക്കുമല്ലോ എന്ന്. അത് എങ്ങനെയാണ് ശരിക്കും? നിങ്ങൾ ആ പ്ലാൻ പ്രകാരം തന്നെയാണോ വീട് പണിയുന്നത്? തീർച്ചയായും. ആദ്യം മുതൽ തന്നെ നമ്മൾ കസ്റ്റമറെ അവരെ ബഡ്ജറ്റിനനുസരിച്ച് പ്ലാൻ വരച്ച് അതിന് ഡിസൈനും കാര്യങ്ങൾ ചെയ്യും. പിന്നീട് നമുക്ക് സ്റ്റാർട്ടിങ് ഓരോ സ്റ്റേജിന് മുമ്പായിട്ട് നമ്മൾ ഇവർക്ക് ഇതിന് ഓരോ സ്റ്റേജ് വൈസ് ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ഓരോ സ്റ്റേജ് ചെയ്യുന്നത്. എല്ലാ സ്റ്റേജിലും ഫൗണ്ടേഷൻ മുതൽ അങ്ങോട്ട് ഇലക്ട്രിക്കൽ വരുന്നുള്ള എല്ലാ സ്റ്റേജുകളും നമ്മൾ ഡ്രോയിങ്സ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് ഓരോ സ്റ്റേജ് വൈസ് നമ്മൾ ഇവർക്ക് ഡ്രോയിങ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇവരെ ഇതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ പാക്കേജുകളിൽ പറയുന്ന മെറ്റീരിയൽസും അതിലുപരി നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 10 വർഷത്തെ. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഒരു അഷ്യൂറൻസിലാണ് റൺ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു കൃത്യമായ ഒരു സംവിധാനവും ഏർപ്പാടും ഒക്കെ ഉണ്ട്. അവർക്കത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. എല്ലാം ചെയ്തിട്ട് കൃത്യമാണെങ്കിൽ മാത്രം ബാക്കി മുന്നോട്ട് പോയാൽ മതി, അതിനുള്ള സാഹചര്യമുണ്ട്. ഇതുവരെ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ കമ്പനിയിൽ? ഏകദേശം 660ഓളം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേശം 100 സംതിങ്ങോളം വർക്ക് കംപ്ലീറ്റ് ആയതും റണ്ണിങ് ആയിട്ടുള്ള 240 പ്രൊജക്റ്റുകളും ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഓൺഗോയിങ് പ്രൊജക്റ്റ് ബാലൻസും വരുന്നുണ്ട്. എത്ര ജീവനക്കാരുണ്ട്? ഏകദേശം സ്പാർക്കിൻ്റെ മസ്റ്റ് ക്വസ്റ്റ്യൻ. ഏകദേശം 60 സ്റ്റാഫ് നമുക്ക് 4 ഓഫീസുകളായിട്ട് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഏകദേശം 700ഓളം ലേബേഴ്സ് സൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ 800ഓളം പേർക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു മിഡ് റേഞ്ചുള്ള കസ്റ്റമേഴ്സിനാണോ ചെയ്യുന്നത്, അതോ ചെറുതൊരു 300 സ്ക്വയർ ഫീറ്റ് മുതൽ 3000 സ്ക്വയർ ഫീറ്റ് ഒരു റേഞ്ച് ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും. നമ്മൾ ചെയ്യുന്നത് 1000 സ്ക്വയർ ഫീറ്റ് മുതൽ അങ്ങോട്ടുള്ള വർക്കുകളാണ്. 1000-ന് താഴെ എടുക്കാറില്ല. കാരണം നമ്മൾ ഒരു ബിൽഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിലവുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മിനിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വേണം നമുക്ക് വർക്ക് എടുക്കാൻ. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരെയാണ് ചെയ്യുന്നത്? കൂടുതലായിട്ട് നമുക്ക് വരാറ് 1000 to 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വർക്കിൽ തന്നെയാണ് കൂടുതലും വരുന്നത്. നമ്മൾ എത്ര
മുകളിലോട്ടുള്ള വർക്ക് എടുക്കാറുണ്ട്, എന്നാലും ഈ ഒരു രീതിയിലുള്ള വർക്കാണ് നമുക്ക് കൂടുതലും വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, പകുതി EMI എനിക്ക് വീട് ആവശ്യമാണ്, ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന, എന്നെ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണ്, അവിടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് എന്താണ്? ഫസ്റ്റ് നമ്മളെ കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫസ്റ്റ് പ്ലാൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാൻ അനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ അവർ കോട്ട് ചെയ്ത് തരും. അതല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് സംസാരിച്ച് അവർ നിങ്ങൾക്ക് വേണ്ട പ്ലാന് വരച്ച് തരും. ആ പ്ലോട്ടിനനുസരിച്ചിട്ടുള്ള പ്ലോട്ട് കാര്യങ്ങൾ അനുസരിച്ചുള്ള പ്ലാൻ വരച്ച് ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനൊരു ബഡ്ജറ്റ് കോട്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് റെഡിയാക്കും. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വർക്ക് എടുക്കുക എന്നുള്ളതാണ്. വർക്ക് എടുക്കാൻ ഞാൻ ചോദിച്ചത്, നമ്മളിപ്പോൾ എനിക്കുള്ള സ്ഥലം, ആ സ്ഥലം നിങ്ങൾ എടുക്കുന്ന എനിക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില വീടുകളൊന്നും നമ്മൾ ചെയ്യാറില്ലാന്ന്. അത് ഈ ഒഴിവാക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? ഒഴിവാക്കൽ ഫസ്റ്റ് നമുക്ക് സൈറ്റിലോട്ട് വാഹനം വരാമെന്നുള്ളതാണ്. വണ്ടി വരുന്ന സൈറ്റ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ മസ്റ്റാണ് ഇതിൽ. വണ്ടി വരുന്ന സൈറ്റ് കാര്യങ്ങൾ, പിന്നീട് നമുക്ക് ഫൗണ്ടേഷൻ ഓവർ ചതുപ്പ് കാര്യങ്ങൾ, ഫയലിംഗ് കാര്യങ്ങൾ വരാൻ ഫയലിംഗ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ കസ്റ്റമറോട് സംസാരിച്ച് അവർ ഫയലിംഗ് കാര്യങ്ങൾ ചെയ്തു തരാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ രീതിയിലുള്ള മാത്രമാണ് ഇത് രണ്ടാണ് റിജക്ഷൻ പ്രോസസ്. നമുക്കൊരു വണ്ടി സൗകര്യം വേണം മെയിനായിട്ട്. അത് കാരണം അല്ലെങ്കിൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് ഹൈ ആവും. അതെ, മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇറക്കി വെക്കാനുള്ള സൗകര്യം വേണം. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇത് രണ്ടുമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന, റിജക്ഷനിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വീട് പണിയുന്ന ഒരു വ്യക്തി ഒരുപാട് സ്വപ്നങ്ങളോടെയാണല്ലോ ഒരു വീട് വാങ്ങുന്നത്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വഴി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ഥലം വാങ്ങുമ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നം തുടങ്ങുകയാണ്. സ്ഥലം വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ്? ഫസ്റ്റ് സ്ഥലം വാങ്ങുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണോ, അതല്ല നിലമാണോ, പുരയിടാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്ലാൻ അതിൽ സ്യൂട്ടാവും എന്നുള്ളതാണ്. ആ ഒരു പ്ലോട്ടിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന് സ്യൂട്ടാവും എന്നുള്ളത് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അതിൻ്റെ സോയിൽ കാര്യങ്ങൾ, അതിൽ നമുക്ക് ഫൗണ്ടേഷനിൽ എത്രത്തോളം കോസ്റ്റ് കാര്യങ്ങൾ വരും, നമ്മൾ ഉദ്ദേശിച്ച നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. നമ്മളൊരു ചിലപ്പോൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടി ആ സ്ഥലം എടുത്ത് വെച്ചിട്ട് ഭാവിയിൽ അതിൽ കൂടുതൽ ബാധ്യത ആവും. കാരണം ഫൗണ്ടേഷനിൽ ചിലപ്പോൾ പൈലിങ് അങ്ങനത്തെ ചതുപ്പ് ഏരിയകളാണെങ്കിൽ അങ്ങനെ വലിയൊരു കോസ്റ്റ് വരും. സോയിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ വഴി വേണം. വഴിയാണ് അത്യാവശ്യമുള്ള കാര്യം. വഴിയില്ലാതൊരു സ്ഥലത്ത് നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആവും. കാരണം അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഓരോ മെറ്റീരിയൽസും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്ഥലം എടുക്കാൻ. സ്ഥലം എടുത്തുട്ടോ, ഞാൻ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങി, ഇനി വീട് വയ്ക്കാൻ ഞാൻ ഫസ്റ്റ് ലോണിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ലോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരാറുകാരനെ ഏൽപ്പിക്കണം, അല്ലാണ്ട് പറ്റില്ലല്ലോ മുന്നോട്ട്, നമുക്ക് പണി അറിയില്ലല്ലോ. അപ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു ബഡ്ജറ്റ്, ഒരു ഫിക്സ് ആയിട്ട് ബഡ്ജറ്റ് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ എത്രത്തോളം വീടിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. അതിന് ശേഷം പ്ലാൻ വരക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നില്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് നോക്കാൻ കഴിയുന്നെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ഓരോ ലേബേഴ്സിനെ കൊണ്ട് സബ് കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ ബെറ്ററാണ്. അതല്ലെങ്കിൽ മറ്റൊരു ബിൽഡർ അല്ലെങ്കിൽ കോൺട്രാക്ടർ ഫുൾ വർക്ക് കൊടുക്കുക. അത് ശ്രദ്ധിച്ചിട്ട് തന്നെ അവരായിട്ട് എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ പ്രീവിയസ് വർക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈ പലപ്പോഴും ബിൽഡർ ആദ്യമേ പറയും എനിക്ക് ഇത്ര പെർസെൻറ്റേജ് വേണം. എത്ര പെർസെൻറ്റേജ് ശരിക്കും ആദ്യമേ കൊടുക്കണം? ഫസ്റ്റ് കോസ്റ്റ് നമ്മളെ ഫൗണ്ടേഷന് വരുന്ന കോസ്റ്റാണ്. അത് ആ ഒരു എമൗണ്ട് നമ്മളെ ചിലപ്പോൾ ചില വീടുകൾ കാണാം വലിയ 1 CR, പക്ഷേ ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള വർക്കായിരിക്കും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മൾ 15 ഒരു 1 CR ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള വർക്കും സ്ട്രക്ചർ 1 CRൻ്റെ വർക്കിൻ്റെയും ഒരു 15% എന്ന് പറയുമ്പോൾ രണ്ട് ബഡ്ജറ്റാണ്. കാരണം അത് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള വർക്കാണ്. നമുക്ക് ഏകദേശം ഫൗണ്ടേഷനിൽ വരുന്ന ഒരു കോസ്റ്റാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം അങ്ങനെ ഓരോ സ്റ്റേജുകളായിട്ട് തിരിക്കുക, ആ സ്റ്റേജുകളിലെ പണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും പറ്റി തന്നെ വലിയ പരിക്കുകളില്ലാണ്ട് ഓടി രക്ഷപ്പെടാം. അതെ, അതാണ് ഇന്റീരിയർ ഉൾപ്പെടെയുള്ള വർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വരുന്ന ഒരു വർക്കിൻ്റെ ഒരു ഘട്ടങ്ങളായിട്ട് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ ഓണറുടെ ശ്രദ്ധ എത്രത്തോളം ഇമ്പോർട്ടൻ്റ്? കരാറുകാരനെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കണോ, അതോ ഡെയിലി വന്നിട്ട് ചെയ്തോ മോനെ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കണം? എന്താ അവിടെ ഒരു വേണ്ടത്? എന്താ ഓണറെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം അവർക്ക് താമസിക്കേണ്ട വീടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വർക്ക് വരുമ്പോൾ ഞങ്ങൾ സൈറ്റിൽ ക്യാമറ കാര്യങ്ങൾ ആക്സസ് കൊടുക്കാറുണ്ട്. സൈറ്റിൽ ലൈവ് ക്യാമറ ഇൻ കേസ് സൈറ്റിലില്ലെങ്കിൽ, കാരണം വിദേശത്താണെങ്കിൽ അവർക്ക് ലൈവ് ക്യാമറ കാര്യങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മളതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അതിൽ A to Z കാര്യങ്ങൾ അവർക്ക് അതിൽ കാണാം. അത് പേയ്മെൻ്റ് ആയിക്കോട്ടെ, ഡെയിലി എത്ര ലേബേഴ്സ് ഉണ്ട്, ഇന്ന് ഏതാ വർക്ക് എടുക്കുന്നത്, അതിൻ്റെ ഷെഡ്യൂള്, അങ്ങനെ വേണ്ട റിപ്പോർട്ട് കാര്യങ്ങൾ, ഇതെല്ലാം അത് ത്രൂ അവർക്ക് കാണാൻ കഴിയും.
ഇനി അതല്ല നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വന്ന് അവർ നോക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം അവർക്ക് താമസിക്കേണ്ട വീടാണ്. നനയ്ക്കൽ കാര്യങ്ങൾ, ക്യൂറിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കസ്റ്റമർ തന്നെയാണ്. ഇനി നമ്മൾ ഈ വീട് ഇങ്ങനെ പണിത് മുകളിലേക്ക് പോയി 1-ാം നില പണിതു. അപ്പോൾ ഈ 1-ാം നില പണിത് കഴിയുമ്പോൾ വലിയൊരു വാർക്ക വരുന്നുണ്ട്. ഈ വാർത്ത വീട് 1 വർഷം കഴിയുമ്പോൾ ചോർന്നു തുടങ്ങും. ഞാനിപ്പോൾ ഏത് വീട്ടിൽ പോയാലും ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഈർപ്പം കാണാറുണ്ട്. എന്താ ഇതിൻ്റെ പിന്നിലൊരു കാരണം എന്താ ശരിക്കും? ഫസ്റ്റ് നമ്മൾ ഓരോ സ്റ്റേജ് വൈസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലിൻഡൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ് സ്റ്റാർട്ടിങ് ഫൗണ്ടേഷൻ എന്നാണ് ഈ ഒരു നമ്മൾ പുട്ടിയിട്ടൊക്കെ അടർന്നു പോരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബെൽറ്റിൽ കാര്യങ്ങൾ, DPC കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം ലിൻഡലാണെങ്കിൽ ലിൻഡലിൻ്റെ മുകളിലോട്ട് കാണും ചിലപ്പോൾ ചില ലീക്ക്, കിനിവ് കാര്യങ്ങൾ വരുന്നത്. അവിടെ നമ്മൾ ലിൻഡലിൻ്റെ ഓരോ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വീട് പണി കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാത് ടൈമിൽ ശ്രദ്ധിച്ചു അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇൻ കേസ് ഇനി പണിതപ്പോൾ ലീക്ക് വന്നു എന്ത് ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ല. നമുക്ക് വാട്ടർ പ്രൂഫ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അല്ലേ വാട്ടർ പ്രൂഫ്. അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ ഡ്രസ് വർക്ക് കാര്യങ്ങൾ ചെയ്യുക. ഷീറ്റ് പൂർണ്ണമായിട്ടും സുരക്ഷിതമാണോ വാട്ടർ പ്രൂഫിങ്? വാട്ടർ പ്രൂഫ് വരുന്നൊരു വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്ന ടൈം നമുക്കിപ്പോൾ തന്നെ ശ്രദ്ധിക്കാമല്ലോ. ഏതൊരു സിമെൻറ്റ് ബ്രാൻഡുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് കെമിക്കലുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി. അതൊരു ലൈഫ് ഉണ്ട്. ലൈഫ് കഴിയുമ്പോൾ ചോർന്നു തുടങ്ങും. ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൽ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഇങ്ങനെ EMI എടുക്കുന്ന പലപ്പോഴും പകുതിയൊക്കെ അടച്ചെടുക്കുന്ന ചെറിയ വീടുകളായിരിക്കും. അത് ഭയങ്കര വലിയ വീടുകളൊന്നും അങ്ങനെ അല്ലെങ്കിൽ ലക്ഷറി സെഗ്മെൻ്റ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ എങ്ങനെ ഒന്ന് മോടി കൂട്ടാം, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാക്കാൻ പറ്റും? ഓരോരുത്തർ ഫണ്ടിനനുസരിച്ചിട്ട് ഇപ്പോൾ പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും അവരുടെ ഫണ്ടിനനുസരിച്ചിട്ടാണ് വീടുണ്ടാക്കേണ്ടത്. അതിൽപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്റ്റീരിയറിൽ ശ്രദ്ധിക്കാം. ഗ്ലാഡിങ് ടൈല് കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്സ്ചർ വർക്ക് കാര്യങ്ങൾ അതിന് മാക്സിമം നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ചില മെറ്റീരിയൽസിൽ ബഡ്ജറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. എന്നാലും ക്വാളിറ്റി ഒരിക്കലും അവിടെ കോംപ്രമൈസ് ചെയ്യാതെ ബഡ്ജറ്റ് നോക്കി നമ്മൾ ഡിസൈൻ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും. ഈ ഫ്രണ്ടിലൊക്കെ വരുന്ന ഡിസൈനിങ് അല്ലെങ്കിൽ അത്തരം കാര്യമുള്ള ഒരു വീടിൻ്റെ മോടി എങ്ങനെയാണ് മാറ്റുന്നത്, എങ്ങനെയാണെന്ന് വിശ്വാസം? നല്ലൊരു ആർക്കിടെക്ട് കാര്യങ്ങളുടെ എക്സ്റ്റീരിയറിൽ അത്യാവശ്യം നല്ല ഡിസൈൻ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ചെറിയ കോസ്റ്റിൽ തന്നെ അല്ലെ ടെക്സ്ചർ വർക്ക്, ഗ്ലാഡിങ് ടൈല്, അതുപോലെ എക്സ്റ്റീരിയറിൽ വരുന്ന പ്ലാന്റ് കാര്യങ്ങൾ, അതുപോലെ വേണ്ട ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് ലൈറ്റിംഗ് കാര്യങ്ങൾ കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരം നമ്മൾ പകുതി കാശ്, ഇപ്പോൾ 1 കോടി രൂപയുടെ ബഡ്ജറ്റാണെന്ന് കരുതുക. അതിൽ 50 ലക്ഷം രൂപ നിങ്ങൾ തന്നു, ബാക്കി 50 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തു എന്ന് കരുതുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാതെ. അപ്പോൾ നമുക്ക് എത്ര രൂപ വരെ പലിശ ഇനത്തിൽ നഷ്ടം വരുന്നുണ്ട്? ഫസ്റ്റ് നമ്മളൊരു ബാങ്കിനെ കണക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ലോൺ കിട്ടില്ല. സാധാരണക്കാരനെ സംബന്ധിച്ച് ലോൺ കിട്ടാനെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അവർ പറയുന്ന സിവിൽ സ്കോർ കാര്യങ്ങൾ, അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം അവിടെ പോകുന്നുണ്ട്. 1-2 മാസം, മിനിമം 2 മാസം അതിലുപരി പോകാം. ഇനി കിട്ടിയാൽ തന്നെ നല്ലൊരു എമൗണ്ട്, ഒരു 4 വർഷത്തേക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഏകദേശം ഒരു 10 ലാഖ് 10 ലക്ഷം രൂപയോളം നമുക്കൊരു ഇൻട്രസ്റ്റിന് പലിശ ഇനത്തിൽ മാത്രം കൊടുക്കേണ്ടി വരും. ഒരു കസ്റ്റമറെ 60 ലക്ഷം രൂപ എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇന്നത്തെ ബാങ്ക് കാര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ പോയാലും ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത് ചെയ്യുമ്പോൾ ഒരു ഏകദേശം 10 ലക്ഷം രൂപ സേവിങ് കൂടിയാണ്. ഇത്രയും എമൗണ്ട് ഇവിടെ സേവ് ചെയ്യാം. ഞാൻ ഒരു ചോദിച്ചിട്ട്, ഇതിന് വലിയൊരു റിസ്ക് അല്ലേ? തീർച്ചയായും. നിങ്ങൾക്ക് കസ്റ്റമർ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ വീടൊക്കെ പണിതു, 50% തന്നു, ബാക്കി തരുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മറ്റു ഫിനാൻസ് കമ്പനികളെ പോലെ മറ്റുള്ള ഓപ്ഷനിലോട്ടില്ല. നമുക്ക് നമ്മുടെ അടുത്തുള്ള കൂടുതലായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. നാച്ചുറൽ ഓട്ടോ ഡെബിറ്റ് കാര്യങ്ങളും പിന്നെ പ്രോമിസറി നോട്ടും കാര്യങ്ങളാണ് വരുന്നത്. അതിലുപരി നോർമലി പ്രോമിസറി നോട്ട് വെച്ച് കേസ് കൊടുക്കാമെന്നല്ല, ലീഗലി പോകല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ബാങ്കിന് ചെയ്യാവുന്ന കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. എന്നാലും ഏതൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. അതിൽ കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ വരാറില്ല. നമ്മൾ അവരുമായിട്ടുള്ള ഡീലിങ് കാര്യങ്ങളും അത്ര നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനൊരു ഇത് വന്നിട്ടില്ല, ആരും തരാതിരുന്നിട്ടില്ല. തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളോടൊരു സ്നേഹമാണ്, കാരണം നിങ്ങൾ സഹായിച്ചു എന്നുള്ളൊരു സ്നേഹമുണ്ട്. തീർച്ചയായും. അല്ല തന്നെ സ്വപ്നമാണ് അവിടെ നിറവേറിയിട്ടുള്ളത്. ഒരു കടപ്പാടൊക്കെ അവർ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം 640 വീടുകളുടെ കരാറിന് ഒരുപാട് വീടുകൾ പൂർത്തിയാക്കി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഫസൽ എന്ന് പറയുന്ന തിരൂരുകാരൻ, ആ ചെറിയ പയ്യന്, ബൈക്കിൽ യാത്ര ചെയ്ത ചെറിയ പയ്യന് ഇന്ന് കാണുമ്പോൾ ഏറ്റവും അഭിമാനകരമായ നിമിഷമായിട്ട് തോന്നുന്നത് എന്താ, എന്ത് കാര്യമാണ് തോന്നുന്നത്? ഇത്രയും ഓഫീസ് കാര്യങ്ങൾ, സ്റ്റാഫ്, ലേബേഴ്സ്, 200 ലേബേഴ്സ് കാര്യങ്ങൾ നമുക്ക് നമ്മൾ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളെ ഓഫീസ് കാര്യങ്ങൾ,
ഇനി ഇത് ഇവർ നമ്മുടെ സ്വന്തം നാട്ടിലൊരു ഓഫീസ് തന്നെയാണ് തിരൂർ അടുത്ത മാസം നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. തിരൂർ ഓപ്പൺ ആക്കുകയാണ് ഓഫീസ്? അതെ അതെ, സ്വന്തമായിട്ടുള്ളൊരു ഓഫീസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് തന്നെ ഈ ഒരു കസ്റ്റമറുടെ കീ ഹാൻഡ് ഓവറിൽ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിലുപരി നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ഓഫീസ്, നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാം. നാട്ടിലെ ഓഫീസാണ് ഏറ്റവും തീർച്ചയായും പ്രൗഡ് മൂമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും നമ്മൾ വീട് വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ കൊച്ചി അടക്കമുള്ള ടൗണുകളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വീടല്ല, അതിന് പകരം ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെയാണ് വരുന്നത്. പലരും പ്രൊജക്റ്റുകളായിട്ടാണ് വരുന്നത്. ഈ പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ ഈ അഭിപ്രായത്തിൽ ഒന്നല്ലെങ്കിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള പ്ലോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു വില്ല കാര്യങ്ങൾ തന്നെയാണ് നല്ലത്. ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല. എൻ്റെ ഒരു ഓപ്ഷൻ, പലർക്കും പലതായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇനി വാങ്ങുകയാണെങ്കിൽ തന്നെ അവരുടെ പ്രീവിയസ് വർക്ക് കാര്യങ്ങൾ, ആ ഒരു ബിൽഡർ ഏതാണ് ചൂസ് ചെയ്യുന്ന ബിൽഡർ, അവരുടെ പ്രീവിയസ് വർക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങൾ, വേറെ കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ, കൂടാതെ അതിൻ്റെ ഡിസൈന് കാര്യങ്ങൾ, ഭാവിയിൽ വരുന്ന അപ്രീഷിയേഷൻ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് അപ്രീസിയേഷൻ നോക്കണം, രണ്ട് റെറയുടെ പേപ്പർ ഒക്കെ നോക്കണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് നോക്കണം. പിന്നെ അതിന് കിട്ടാവുന്ന ഒരു അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും എന്താണെന്നുള്ളത് തിരിച്ചറിയുക. നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിൽ വിൽക്കുകയാണെങ്കിൽ അത് എത്രത്തോളം രൂപ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നോക്കണമെന്ന് അവകാശപ്പെടുന്നത്. വരുന്ന അമ്യൂണിറ്റീസ് കാര്യങ്ങൾ, അല്ലാതെ വരുന്ന കോമൺ അമ്യൂണിറ്റീസ് കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് നോക്കിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അടുത്തായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് തിരൂരിൽ നിന്ന് വണ്ടി കയറിയതാണ്. ഇന്ന് ഈ വീടൊക്കെ ചെയ്ത് വലിയ വിജയമൊക്കെ ആയി. എന്നാലും നമുക്ക് തോന്നുന്നു ഇത് മാത്രം പോരാ, വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ ചെയ്യണമെന്ന്. എന്താ ഇനി ഫസലിൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ് എന്താ? ഞങ്ങൾ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് വരുന്നത് പലർക്കും കൂടുതലായിട്ട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇതെന്താ ചെയ്യാന്ന് അവർക്ക് അറിയില്ല. അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ വില്ലകളാവാം, ജോയിൻറ്റ് വെഞ്ചറായിട്ട് വില്ലകൾ ചെയ്യാം. അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസ് കാര്യങ്ങളായിരിക്കാം, കൊമേഴ്ഷ്യലായിട്ടുള്ള ബിൽഡിംഗ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അവർക്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ റിസോർട്ട് കാര്യങ്ങൾ, അതിൽ ബെറ്റർ ആയിട്ട് അവരുടെ സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് ബെറ്റർ ആയിട്ടുള്ള നമ്മളൊരു ഒപ്പീനിയനും കൂടി നോക്കിയിട്ട് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഒരു ലാൻഡിനെ കുറിച്ച് പഠിക്കുക, അതിലൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, അവിടെ എന്താണ് വർക്കൗട്ട് ആവുന്നതെന്ന് കണ്ടെത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രൊജക്റ്റായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു നെക്സ്റ്റ് രീതികളിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇത്രയും വീടുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ ഹോംസ് ഫോറിൻ്റെ ഇൻഡിവിജ്വൽ പ്രൊജക്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഷം നമുക്കിപ്പോൾ 600 സംതിങ് പ്രൊജക്റ്റാണ്, 1000 എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമുക്ക് അത്യാവശ്യം വർക്ക് കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. എന്തായാലും എത്തുമെന്നുള്ള രീതിയിൽ തന്നെ ഒരു ദിവസം എത്ര വർക്ക് വെച്ച് നിങ്ങൾ കരാറാകുന്നുണ്ട്? ചുമ്മാ ഒന്ന് അറിയാനായിട്ട്. മന്ത്ലി ഇപ്പോൾ ഏകദേശം ഒരു 30 to 50 ആ റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു പ്രീവിയസ് മാസങ്ങളിൽ നമ്മൾ വർക്ക് കയറുന്നത്. 50 വർക്കോളം ഒരു മാസം കയറുന്നുണ്ട്. കാരണം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ചൊരു റെസിഡൻഷ്യൽ സ്വന്തമായിട്ട് വർക്ക് എടുക്കുന്ന ഒരു ബിൽഡറെ സംബന്ധിച്ച് ഇത്രയും വർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഏതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ചുറ്റുപാടൊന്നും ആരുമില്ല, തീർച്ചയായും ഇത്രയും വർക്ക് എടുക്കുന്ന ആരെയും പരിചയമില്ല. ഇല്ല, കാരണം നമുക്ക് തന്നെ ഈ ഒരു ഫീൽഡിൽ അറിയാവുന്നതാണല്ലോ. ഈ ഒരു ചില ഇയർലി ഇത്ര വർക്കേ കിട്ടുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു മാസം അവർക്ക് കിട്ടുന്ന ഒരു വർക്ക് കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, തിരൂരിൽ നിന്നാണല്ലോ വന്നത്. തീർച്ചയായും ഈ തിരൂരൊരു അവസ്ഥ എന്താ? നിങ്ങളെക്കുറിച്ച് ഭയങ്കര ട്രസ്റ്റൊക്കെ ആയോ? അവിടെ നിന്ന് വർക്ക് വരുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ വർക്ക് ഞങ്ങൾക്ക് തിരൂരാണ്. മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു 140-150 റണ്ണിങ് പ്രൊജക്റ്റ് ഉണ്ട്. അതിലൊരു 60 പ്രൊജക്റ്റും നമുക്ക് ആ തിരൂർ ഏരിയയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത്രയും ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ നാട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് ഇത്രയും വർക്ക്. കൊച്ചിയല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നിടം? അല്ലല്ല, ഒരിക്കലല്ല, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഓഫീസുകൾ, കോട്ടക്കലായാലും പെരിന്തൽമണ്ണ, ഇനി അടുത്ത തിരൂർ ഓഫീസ് വരുന്നത് ആ ഒരു ഏരിയയിൽ കൂടുതൽ വർക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഏരിയയിൽ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബ്രാൻഡാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൂച്ചെണ്ട് ഏറ്റുവാങ്ങുന്നൊരു ബ്രാൻഡാണ്. വിമർശകരോടും അനുമോദിക്കുന്നവരോടും എന്താ പറയാനുള്ളത്? ഏതൊരു ഇത് ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഏതായാലും നെഗറ്റീവ് പറയും, പക്ഷെ അത് നമ്മൾ പോരാടുക എന്നുള്ളതാണ്. അതെല്ലാം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെഗറ്റീവ് പറഞ്ഞോടൊക്കെ നമുക്കിപ്പോൾ തിരിച്ചവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പോയ പോലെ ആ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് പലരും കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് എല്ലാം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യുക, അതാണ് വിമർശകർക്ക് കൊടുക്കാനുള്ള തീർച്ചയായും ഒരു മറുപടി. ഫസൽ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും. എന്താണ് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു അംബീഷൻ അങ്ങനെയൊക്കെ മുന്നിലേക്കുണ്ടോ? വലിയ വീട് വെക്കണം, കാറ് വാങ്ങണം, ലോറി വാങ്ങണം, കുറേ കമ്പനി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? പേഴ്സണലി ഉപരി നമ്മുടെ ബിസിനസ് തന്നെയാണ് ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി.
നമ്മളെ സ്വന്തം ബ്രാൻഡ് നല്ല ലെവലെത്തുക എന്നുള്ളത് തന്നെ. ഞാൻ എപ്പോഴും ഫസലിനെ ഇക്ക എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫസലിൻ്റെ പ്രായം ഞാൻ ചോദിച്ചത്. 800 ജീവനക്കാരും അത്യാവശ്യം വലിയ വർക്കുകളുമുള്ള കേരളത്തിൽ തന്നെ ഒരു ബിൽഡിംഗ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വർക്കുള്ളൊരു വ്യക്തിയാണ്. ഫസലിൻ്റെ പ്രായം ഇപ്പോൾ എത്രയാണ്? 30 വയസ്സ് തന്നെ. 30 വയസ്സാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് നേടാനുണ്ട്. 30 വയസ്സിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും നന്മയുള്ളൊരു സംരംഭം നടത്തുന്ന സംരംഭകനാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ, ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ 1000 മാത്രമല്ല, ഫസലിൻ്റെ ഓരോ കച്ചവടം കൂടുമ്പോഴും അവിടെ ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഫസൽ ഒരു വീട് വയ്ക്കുമ്പോൾ ചിരിക്കുന്ന 5 പേരോ 10 പേരോ അതിൻ്റെ ചുറ്റുമുണ്ട്. ഫസൽ കാരണം അത്താണിയാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വിജയം ഇനിയും തുടരട്ടെ. ഇത് കോടികൾക്ക് ലഭിക്കുന്ന ബിസിനസ് എന്നതിനേക്കാൾ അപ്പുറം നന്മകളുള്ള ഒരു ബിസിനസ്സാണ്. അത് ഇനിയും തുടരാൻ ഫസലിൻ്റെ വലിയ മനസ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരൂരുകാരൻ്റെ സ്വപ്നം ലോകം മുഴുവൻ പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ്. തിരൂരിൽ നിന്ന് ആ 2 ചെറുപ്പക്കാർ തുടങ്ങിയ യാത്രയെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി. മനോധൈര്യം കൊണ്ട് തുടങ്ങിയ ആ യാത്ര തിരൂര് ഇന്ന് എത്തി നിൽക്കുമ്പോൾ, തിരിച്ച് തിരൂരേക്ക് എത്തുമ്പോൾ വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. വിശ്വസിക്കാത്തവരെല്ലാം വിശ്വസിച്ചു, കൂടെ നടക്കാത്തവരെല്ലാം കൂടെ നടന്നു. ഒട്ടനവധി പേരുടെ വീടെന്ന സ്വപ്നത്തിന് ചിറകേകി. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയാണ് ഉപയോഗിച്ചത് അദ്ദേഹം മാർക്കറ്റിങ്ങിന് വേണ്ടി. വലിയ മൂലധനം കയ്യിലുണ്ടായില്ല, പക്ഷേ എല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനെല്ലാം അദ്ദേഹം പറയുന്ന ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്കാണ്. തുക വകമാറ്റി ചെലവഴിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പണം കണ്ടപ്പോൾ അത് കൃത്യമായിട്ട് ചെലവഴിക്കാൻ സാധിച്ച ആ വലിയ ഒരു മനസ്സ് തന്നെയാണ് വിജയത്തിന് അടിസ്ഥാനമെന്നാണ് സ്പാർക്ക് വിശ്വസിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ വളരട്ടെ, മുന്നോട്ട് വരട്ടെ. നമുക്ക് പ്രതീക്ഷയോടെ കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.